ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂലൈ 28. ഇന്ന് വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനത്തിൽ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ പുനർജീവൻ ഒരു തറവാട്ടിലെ ശുശ്രൂഷകളായിരുന്നു. വിശുദ്ധ അൽഫോൻസയുടെ ഈ ജന്മദിനത്തിൽ അൽഫോൻസാമ്മയുടെ ചരിത്രത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സന്യസ്ത മനസ്സിലാഗ്രഹിച്ച ഹിതം പോലെയല്ല, എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ വിധം അൽഫോൻസാമ്മയെ പരിശുദ്ധ അമ്മ പുത്രനായ ദൈവം ഒരുക്കിയെടുക്കുകയായിരുന്നു. കാരണം തൻ്റെ ജീവിതം സന്യസ്ത സഭാവസ്ത്രം സ്വീകരിച്ച് സന്യസ്ത ജീവിതത്തിലേക്ക് ഒരുക്കപ്പെടുവാൻ ആഗ്രഹിച്ചപ്പോൾ താൻ കണ്ടിട്ടുള്ള സന്യസ്തരുടെ ജീവിതത്തിൻ്റെ ശൈലിയിൽ ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും വിലയുള്ളതും ഏറ്റവും ആകർഷണവുമായ തരത്തിലേക്ക് തൻ്റെ ജീവിതത്തെ മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുന്ന അൽഫോൻസാമ്മ തൻ്റെ കുഞ്ഞു ചെറുപ്പത്തിൽ തന്നെ ബെഡ് റീഡറായി മാറുന്ന രോഗാവസ്ഥയിലായിട്ട് മാറിയപ്പോൾ തൻ്റെ സ്വപ്നങ്ങൾ ഒരു പക്ഷേ തട്ടി ഉടഞ്ഞു പോകുന്നതായിട്ട് നാം ചിന്തിച്ചു പോകും. എന്നാൽ ആ തട്ടി ഉടഞ്ഞവിടത്തു നിന്നാണ് അൽഫോൻസാമ്മ ഉയർത്തെഴുന്നേറ്റത്. ഒരു പുനർജീവൻ സമൂഹത്തിലേക്ക് വളർത്തിയെടുത്തത്. തൻ്റെ ആ സഹന ജീവിതത്തിൽ തൻ്റെ അനാരോഗ്യ സഹനവും സാഹചര്യ സഹനവും പ്രതിബന്ധങ്ങളും അറ്റുപോയതെല്ലാം ഒരേ തലത്തിൽ അതിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ വേദനിപ്പിക്കുന്നവരെയും തന്നെ കുറ്റപ്പെടുത്തുന്നവരെയും അവർക്കൊരു കുറവ് വരാതെ നോക്കുവാൻ വിധം സ്നേഹിച്ച അൽഫോൻസാമ്മ തൻ്റെ ആ കുഞ്ഞു ജീവിതം കൊണ്ട് വലിയൊരു ജീവിതം കെട്ടിപ്പിടിക്കുവാൻ വിധം തന്നെ ചെറുതായിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് ആത്മീയ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഗോതമ്പ് മണി നിലത്ത് വീണില്ലെങ്കിൽ അഴിയുകയില്ല എന്ന് പറയുന്ന തിരുവചനം തൻ്റെ ജീവിതത്തിലെ ഈ കുഞ്ഞു ജീവിതമാണ് ഒന്നും ചെയ്യുവാൻ സാധിക്കാത്തൊരു ജീവിതമായി മാറിയെന്ന് നിലനിൽക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അത് അവിടെ കിടന്ന കിടപ്പിലായി പരിഹാരമില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന തരത്തിൽ എന്നതിലുപരി ഗോതമ്പ് മണി ഒരു നിലത്ത് വീണ് അഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടി മുളച്ചു പൊന്തുന്നത് പോലെ ആ ചെടിയിൽ നിന്ന് എണ്ണിയാത്തീരാത്ത ഗോതമ്പുകൾ വിളയിക്കുന്നത് പോലെ തിരുവചനം പറയുന്നു. കടുകുമണിയുടെ ഉപമയിലൂടെ യശോദ നമ്മളോട് പറയാണ്, ഏറ്റവും കുഞ്ഞു വിത്തായ കടുകുമണി അത് മുളച്ച് വളർന്നു കഴിഞ്ഞാൽ വലിയ പടുവൃക്ഷമായിട്ട് കിളികൾക്കും മറ്റും ചേക്കേറുവാൻ വിധം ഒരു ആശ്വാസമായി മാറുന്ന കടുകുമണി എന്ന കുഞ്ഞു വിത്ത്, അതിനെ ഒരു വലുപ്പവുമില്ലാത്ത കുഞ്ഞു വിത്ത് ലോകത്തിലെ, എന്നാൽ അതൊരു വളർച്ചയിലേക്ക് വ്യാപിക്കുമ്പോൾ ഇപ്പോൾ ശുഷ്കിച്ച ഈ കുഞ്ഞു ലോകത്തിൽ നിന്ന് അൽഫോൻസാമ്മ എന്ന ആ കടുകുമണി പോലത്തെ വിത്ത് സന്യസ്തരുടെ ഇന്ന് സഭയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരാളായിട്ട് ഒരു പടവൃക്ഷമായിട്ട് വളരുവാനായിട്ട് ഇന്നും ആ വൃക്ഷത്തിലെ ചേക്കേറുവാനായിട്ട് ആ വൃക്ഷത്തിനോട് മധ്യസ്ഥം പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുവാൻ വിധം ഇന്നും വളർച്ചയുടെ പൂർണ്ണതയിൽ സ്വർഗത്തിലായിരിക്കുന്ന നമ്മുടെ അൽഫോൻസാമ്മ ആ കടുകുമണിയുടെ ആ ഉപമയിലൂടെ ആ ചെറിയതിനെ ദൈവത്തിൻ്റെ ആ വചന വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നിത്യജീവൻ്റെ സ്വായത്തമാക്കാൻ തന്നെ സകലത് സമർപ്പിക്കുക എന്ന് പറയുന്ന ജീവിതം സുദൃഢമാക്കിയ അൽഫോൻസാമ്മ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ വിശുദ്ധ ജീവിതം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് ഒരുക്കിയെടുക്കാമെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ ഒരു വിശുദ്ധ ദിനം ആചരിക്കുന്നതിലുകൊണ്ട് ഒരു യാഥാർത്ഥ്യവും കടന്നു വരുന്നില്ല, ഒരു യാഥാർത്ഥ്യവും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ നാം ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്ര ലളിതമാണെങ്കിലും എത്ര ചെറുതാണെങ്കിൽ പോലും അവിടെ എല്ലാം ആ സഹനത്തിലും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുമ്പോൾ, ആ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ കഴിയുമ്പോൾ
വിശുദ്ധ അൽഫോൻസമ്മയെ പോലെ കുരിശിൻ്റെ വഴിയിലൂടെ ചവിട്ടി ചവിട്ടി നിത്യജീവൻ ആകുന്ന സ്വർഗത്തിൻ്റെ ആ പാതയിലൂടെ നമുക്ക് നടന്നു കയറാം. നമ്മുടെ ഒപ്പം നമ്മുടെ സഹസുഹൃത്തുക്കളെ, നമ്മളുടെ സഹകാരികളെ, നമ്മുടെ സ്വബന്ധുക്കളെ, നമ്മുടെ സമൂഹത്തെ നമുക്ക് നിത്യജീവനെന്ന സ്വർഗരാജ്യത്തിലേക്ക് അൽഫോൻസമ്മയാൽ നയിക്കപ്പെട്ടതുപോലെ, നയിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ നമുക്കും ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്.